ഹായ് ഫ്രണ്ട്സ്, കുങ്ഫൻ ഫിറ്റ്നസ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജാക്കി ചാൻ സ്റ്റൈലിലുള്ള ഒരു കിക്സ് കോംബോവിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ബാക്ക് സ്വീപ്പ് വിത്ത് സ്പിൻ കിക്ക് കൂടിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആദ്യം സ്വീപ്പ് കിക്ക് നോക്കാം. അപ്പോൾ 4 സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു കിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് ഒരു ലെഗ് ഇതുപോലെ മുന്നിലേക്ക് കയറ്റി വെക്കുക. മുട്ടുകാല് കുറച്ചൊന്ന് ബെൻഡാക്കിയിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് കൈ ഒന്ന് നിങ്ങൾ ഇതുപോലെ പിടിക്കുക. ഇനി ഇവിടെ നിന്ന് ബോഡി ഒന്ന് ഓപ്പോസിറ്റ് ഈ സൈഡിലേക്ക്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഗാണ് വെക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബോഡി ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യുക. തിരിച്ചവിടെ നിന്ന് ഓപ്പോസിറ്റിലേക്ക് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് നമ്മൾ ഈ ബാക്കിൽ വെച്ചിരുന്ന ലെഗ് ഈ ടേണിൻ്റെ ഒപ്പം ഒരു സ്റ്റെപ്പ് ഒന്ന് ടേൺ ചെയ്തിട്ട് ഇതുപോലെ ബാക്കിലേക്ക് വെക്കുക. ലെഗ് എടുത്തിട്ട് തിരിച്ച് ബാക്കിൽ തന്നെ വെക്കുക. നമ്മുടെ ബോഡിയിൽ കിക്സിന് ഒരു ഫോഴ്സ് കിട്ടുന്നത് തന്നെയാണ് നമ്മൾ ഈ ബോഡി തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. പഴയതുപോലെ കാല് ഇതുപോലെ തന്നെ വെക്കുക. ഇത്തവണ പുറകിലെ കാല് വെക്കുന്ന സമയത്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാതെ ഒരല്പം മുന്നിലേക്ക് ഇട്ടിട്ട് നീ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ടൈറ്റ് വേണ്ട ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി കൈകൾ ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ബാക്കിലേക്ക് ടേൺ ചെയ്തിട്ട് ഇതുപോലെ സൈഡിലേക്കൊന്ന് ടേൺ ചെയ്തിട്ട് കൈ ഇതുപോലെ ഒന്ന് ഫ്ലോറിലേക്കൊന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലെ കാലിൻ്റെ ഹീൽ ഇതുപോലെ റൈസ് ചെയ്ത് ടോയിലാണ് ഇരിക്കുന്നത്. ഇനി കൈ ഇവിടെ ടച്ച് ചെയ്യുക. ബോഡി വെയിറ്റ് ഈ ഒരു കാലിലേക്ക് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്ന കാലിലേക്ക് നമ്മൾ ബോഡി വെയിറ്റ് കൊടുക്കുക. അതേസമയം പുറകിലെ കാല് ബോഡി ഒന്ന് ടേൺ ചെയ്തുകൊണ്ട് പുറകിലെ കാല് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ മുന്നിലേക്ക് ഈ ഒരു പാർട്ടിലേക്ക് കൊണ്ടൊന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. തിരിച്ച് ഇവിടെ തന്നെ വീണ്ടും വരിക, അപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പോകുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ടേൺ ചെയ്തിട്ട് കൈ ഇവിടെ ടച്ച് ചെയ്യുന്നു, ബാക്കിലെ ലെഗ് ഈ ഒരു പാർട്ടിലേക്ക് വരുന്നു, തിരിച്ച് ഇതുപോലെ ഇവിടെ തന്നെ വരുന്നു. അപ്പോൾ നമ്മളിനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അതിൽ ഈ ലെഗിന് നേരെ ബാക്കിൽ തന്നെ പോകുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ കൈയുടെ മൂവ്മെൻറ്റും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ കൈ വെച്ചത്. ഫസ്റ്റ് ടൈം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്തത്. കൈ അപ്പം നമ്മൾ ലെഗിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഈ കൈയിനെ വീണ്ടും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് എടുക്കുന്നു. കാരണം കയ്യിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ലെഗിനെ ബോഡി ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് വീണ്ടും ഇവിടെ നേരെ ബാക്കിലേക്ക്. അപ്പോൾ ഈ കൈ ഫസ്റ്റ് ടൈം ബാക്കിൽ ടച്ച് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഒരു ഫുൾ റൗണ്ട് വരുമ്പോഴത്തേക്കും ഇത് ഫ്രണ്ടിലേക്കും വരുന്നുണ്ട്. ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഇതൊന്നുകൂടി ചെയ്ത് നോക്കാം. നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഫസ്റ്റ് ടൈം ഇവിടേക്ക് ടച്ച് വരുന്നു. ആ ടച്ച് വരുന്ന സമയത്ത് കണ്ട 1 ഇവിടെ വീണ്ടും കൈ വന്നിട്ട് 2. ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കൈയുടെ ഒരു ടച്ച് ഇത്ര 2 സ്ഥലത്ത് 2 ടൈമിനായിട്ട് വരില്ല, ഒറ്റ ടൈമിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ചെയ്യാം. നിൽക്കുന്ന പൊസിഷനിൽ ലെഗ് ഒരു അല്പം ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി ഇവിടുന്ന് സഡനായിട്ട് താഴേക്ക് ഇരിക്കുക. അതിനോടൊപ്പം ഇതുപോലെയാണ് ആ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കാം. അത് നമുക്ക് രണ്ടാമത്തെ കിക്കിൻ്റെ അതായത് സ്പിൻ കിക്കിൻ്റെ ആ മൂവ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് ടൈം ഒരു കാലും മുന്നിലായിട്ട് വെക്കുക, കൈ ഇതേ ഒരു പൊസിഷനിൽ വെക്കുക. ഇനി ഇവിടെ നിന്ന് ബോഡി ഒന്ന് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യാം. ഈ ഒരു ടേൺ കൊടുക്കുക. ആ ഒരു ടേൺ ലെഗിലേക്കും കൊടുത്തിട്ട് ലെഗിനെ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിൽ കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ബാക്കിൽ വെക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് കുറച്ച് താഴെ കൂടി ചെയ്താൽ മതി. കാരണം ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു റൗണ്ട് ഫുള്ള് നോക്കുക. ഇനി ഇതേ മൂവ്മെൻറ്റ് ഒരല്പം കൂടി ഹൈറ്റ് കൂട്ടി കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇവിടുന്ന് ടേൺ ചെയ്യുന്ന സമയത്ത് ലെഗിനെ ഇതുപോലെ ഒന്ന് ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്തുകൊണ്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടി കൂട്ടിയിട്ട് നമ്മളൊരു അറ്റാക്കിലേക്ക് ഫേസിലേക്ക് അല്ലെങ്കിൽ ചെസ്റ്റിലേക്ക് കിട്ടുന്ന ഒരു പൊസിഷനിലേക്കാക്കാം. അപ്പോൾ നമുക്ക് ഫുൾ കിക്ക് കോംബോ ചെയ്യാം. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.